ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു മസാല കോട്ടഡ് ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 വലിയ കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള. ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയെടുക്കണം. തലഭാഗമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് 10-12 ചെറിയുള്ളി ഒന്ന് പൊളിച്ചെടുക്കാം. 4-5 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും, ഒരു പച്ചമുളകും, ഇഞ്ചി ഇതിൽ ആഡ് ചെയ്യണില്ല. പിന്നെ ഒരു കുഞ്ഞ് സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിന് മുന്നേ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കളറും കൂടെ കിട്ടും. ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്തെടുത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലിപ്പോൾ 1 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് കൂടിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചിടാം. ഇനി ഇതെല്ലാം കൂടെ ഒരു തവി വെച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ആ കൂന്തലിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. പിന്നെ പുതിയതായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂന്തൽ മിക്സ് ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി ആ പാത്രം കഴുകിയെടുത്ത് ഒരു 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറിലല്ല കലത്തിലാണെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ കുക്കർ മൂടിയിട്ട് ഇനി ഇതൊരു വിസലിൽ വേവിച്ചെടുക്കണം. അതായത് 10 മിനിറ്റ് മതിയാവും. അങ്ങനെ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇത്രയും ഗ്രേവിയോട് കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ താളിച്ചെടുക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിന് ശേഷം ഈ മസാല മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റിച്ചെടുക്കുന്നുണ്ട്. കാരണം ഓരോ പീസ് കൂന്തലിലും ആ മസാല അങ്ങോട്ട് കോട്ടായിട്ട് വരണം. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു പരുവത്തിലാവുമ്പോൾ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്തത്. വേറെ ഒരു മസാലയും ഇതിൽ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിർത്തുകയാണ്. പിന്നെ ഒന്നുകൂടെ ഇരുന്നൊന്ന് കുറുകി കിട്ടും. അപ്പോൾ ഫൈനലി നമുക്ക് മല്ലിയില ചെറുതായിട്ട് മുറിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു റോസ്റ്റിൽ മല്ലിയില വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും ഫ്ലേവറിലൊക്കെ നമുക്ക് ഈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പൊറോട്ടയുടെ ഒപ്പമാണ് കൂന്തൽ റോസ്റ്റ് കഴിക്കാൻ പോണത്. ആ മുരിഞ്ഞ പൊറോട്ടയിൽ നിന്ന് ഒരു പീസ് അങ്ങനെ നുള്ളി പറിച്ചെടുത്ത് ആ മസാലയിലും പിന്നെ കൂന്തലിൻ്റെ ഒരു പീസും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഒരു പിടി പിടിക്കണം. ഓരോ പീസും ആ മസാലയോട് കൂടിയിട്ട് വാവ്, ഇഡിലൻ ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ വീട്ടിൽ കൂന്തലൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി മറക്കാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പിന്നെ ഫാമിലിക്കും കൊടുത്ത് എൻജോയ് ചെയ്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.